ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്, അതും ഇൻ ഹോസ്റ്റൽ. ഇതാണ് നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻസ്. കുക്ക് ഫർഹാനൊപ്പം ക്യാമറാമാൻ സന ഫാത്തിമ. ഓ ഫാൻ ഇടണോ? AC ഓൺ ആക്കിയാൽ മതിയോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ബിരിയാണിയെ കുറിച്ച്? 2 വാക്ക്. പിന്നെ ഇവിടെ വേറെ ആരെയും ഉണ്ടോ? നമ്മളിവിടെ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇവിടുന്ന്? അതെ. ദിയാൻ പക്ഷെ അപ്പുറത്ത് ചെമ്പ് വാങ്ങിക്കാൻ പോവാണ്. ചെമ്പ് വാങ്ങിട്ട് വരാം. ബിക്കോസ് ദർ ഈസ് നോ ചെമ്പ് ഫോർ അസ്. ഇല്ല, ചെമ്പ് ഉണ്ടായിരുന്നു. മോളത്തെ ആൾക്കാർ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതെ, മേലത്തെ ആൾക്കാർ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ ചെമ്പ് കൊടുത്ത് അവിടെ പോയിട്ട് വേണം ചെമ്പ് വാങ്ങിക്കാനുണ്ട്. ആ ഒരു വീട്ടിൽ പോയിട്ട് വേണം ചെമ്പ് വാങ്ങിക്കാൻ. ആൻഡ് ദിസ് ഗൈസ് ആർ ഗോയിങ് ടു ദ ഉള്ളി മുറിച്ചിട്ടാണ്. എത്ര ഉള്ളി വേണോ? 4 എടുത്തോ, കാരണം കുറച്ചാദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണ്ടേ. ഒന്ന് മറ്റേ കരിച്ചിട്ടിടാന്, ഒന്ന് മസാലയൊക്കെ. കരിച്ചിട്ടിടാൻ എത്ര വേണ്ടത്? ഈ 2 എടുത്തോ. അങ്ങനെയല്ല, ഞാൻ ഫുള്ള് ടോട്ടലായിട്ട് മുറിച്ചു തരാം. അതിന് കുറച്ച് ബാക്കി എടുത്തിട്ട് ഒരു വലുതും പാട് എടുത്തോ. ഈ സൈസ് ഇതെടുത്തോ. 2 ലിറ്ററിന്റെ ഒരു ബോട്ടിലില്ലേ വെള്ളം കുടിക്കുന്ന? ഇവിടെ ഷോപ്പിലില്ലേ? ഷോപ്പിലുണ്ടാവും. അതൊന്നും ഇപ്പൊ താനോടെ പറഞ്ഞു. അത് വാങ്ങിക്കണം എനിക്ക്. എന്തിനാ? അതാ ബാത്റൂം കൊണ്ടുപോവാനേ. ഇവർ ഇത്ര കമ്പ്യൂട്ടർ തനിക്ക് 2 ലിറ്റർ കോപ്പിയാണോ? വലിയ ഓവറാക്കാൻ നിൽക്കണ്ട. മഗ്ഗിലെടുത്തിട്ട് ഒരു 8 ഗ്ലാസ് കുടിച്ചാൽ മതി. ഇല്ല, എനിക്ക് അറിവാണ്. ഞാൻ 2 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് അത് ആദ്യത്തെ 2 ദിവസം ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. ഒരു പൂതി അതിൽ ആൾക്കാർ കുടിക്കുന്നതാണ്. അല്ല ചെമ്പ് കിട്ടിയോ? ഇതാ ചെമ്പ്, മൂടി ചെമ്പ്. എന്റെ മാപ്പിളയുടെ കുടുംബക്കാരൻ വരുന്നുണ്ടോ? ശരി, മൂടി ചെമ്പല്ലേ? ഇഡ്ലി ചെമ്പ് അതല്ല ഇത് അതല്ല അല്ല. ഈ ഉള്ളി മതിയാവോ രാത്രിത്തേക്കും കൂടി ബിരിയാണി ആവുന്ന സ്ഥിതിക്ക്? ഉള്ളി ഉണ്ടതിന് തള്ളായിരുന്നു ചെമ്പ് വാങ്ങാൻ പോയിട്ട്. ഈ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടിനെല്ലാം നല്ല നമുക്ക് ഓർഡർ ആക്കിയിരിക്കുന്നത്. ശരിയാ. ബിരിയാണി ഉണ്ടാക്കാന് തൈര്, ഉള്ളി, ഈ സാധനങ്ങൾ, ചിക്കൻ, പൈസക്ക് ഒരു ബിരിയാണി വാങ്ങിക്കുന്ന പറയാം. ഉണ്ടാക്കുന്ന വൈബ് കിട്ടൂല. അതെ. അടിച്ചോ? ഇതിൽ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ കാര്യം ഇതിലാക്കണം. ഇത് ക്ലീൻ ചെയ്താലോ? ചോറയില്ല ഉണ്ടാക്കുക, വേറെ പാത്രത്തിലില്ല. ചോറ് കുക്കറിൽ അരി എടുക്കും. അങ്കിളിനെന്തിനാ എനക്ക്? നല്ല നൈസാക്കിട്ടോ മുറിക്കുന്ന. ഉള്ളി മുറിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. മുറിച്ചിട്ട് കാണാം. എരിഞ്ഞു ഗൈസ്. അതിന് അമ്മ മാർക്കറ്റിലൊക്കെ പോയി വരുന്നപ്പോഴത്തേക്ക് മൂലപ്പോവും. മിക്കവാറും ഇതിന്റെ പകുതി നീ അരിയേണ്ടി വരും. സാധാരണ എനിക്ക് എരിയിലില്ല. ഇല്ല, ഒരു മേലെ ഒരു കേട്ടിട്ടില്ല. വേസ്റ്റ് അതാ മോൻ കഴിച്ചിരുന്നു. നമ്മുടെ സ്പീഡാക്കി
കാണിച്ചിട്ടുണ്ടല്ലോ നിലവില് ഈ ഉള്ളിന്റെ ഈ സാധനം ഇല്ല ഇങ്ങനെ മുറിച്ചത് ഇരിക്കട്ടോ. പിന്നെ നിലവിൽ പെണ്ണല്ലേ മാറ്റുള്ളൂ. ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാല, ഉപ്പ്, മുളക് പൊടി. നല്ല നൈസ് ആക്കിക്കോട്ടെ അതിയാ. ഞാൻ കൊടുക്കട്ടെ. ഞാൻ കാര്യം ഇടയ്ക്ക് തരണം. ഗൈസ് നമ്മൾ ചിക്കനിലുള്ള മസാല നമ്മൾ കാണിച്ചു കൊടുക്കും. ചിക്കൻ തൽക്കാലം ഇതാണ് മാറ്റിവെക്കട്ടെ. ചിക്കൻ ഗ്രേവി. ദിയ ഇപ്പൊ മസാല ഒക്കെ പാക്ക് വെച്ചതാണ്. ഫൈനലി നമ്മൾ അരി പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഉമ്മൊക്കെ പൊരിച്ചാലൊക്കെ തിന്നാൻ പറ്റും, ഇങ്ങനെയൊക്കെ തിന്നാൻ പറ്റില്ല. നീ പൊരിച്ചിട്ട് ഇതാ ഞാൻ തിന്നാ. Guys, നമ്മുടെ ഗ്യാസ് തീർന്ന് കത്തുന്നില്ല. കാറ്റുകൊണ്ടാണ് guys കത്തായിരുന്നത്. നല്ല കാറ്റും മഴയും വരുന്നുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും പായിരുന്നു ബിരിയാണി മാത്രല്ല ഞാൻ ഒരാളെ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ പാവം കുട്ടി അവിടെ തുടക്കാണ്. തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചവിട്ടോളിന് അടിക്ക്. വീണ്ടും ബിരിയാണിയിലേക്ക്. സെനക്കൊരു ചെക്കന് ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ബിരിയാണി നിർബന്ധിക്കുന്നുണ്ട്. ആര്? ഞാന്. ഈ വീഡിയോ ഉമ്മ പാടിയൊക്കെ മംഗളം. അതൊന്നും മണക്കുന്നില്ല. നെയ്യ് ആവശ്യമായ സ്പൈസസ് എന്തൊക്കെയാണ്? ആവശ്യമായ സ്പൈസസ്. ഈ സ്പൈസസിന്റെ പേര് എനിക്കറിയാം. എനിക്കിതറിയാം. അത് കറുകപ്പെട്ട കറുപ്പയും കറാമ്പും. കറുപ്പയും കറാമ്പ്. കൊള്ളി വെച്ച സാധനം കൊള്ളി തൊട്ട് സാധനം കറുപ്പേ. കറാമ്പ് കറാമ്പ് വെച്ചാല് ഒരു സാധനം വരും. മുട്ടിട്ട് നോട്ട് അത് കറിയാൻ കറയാൻ പോലെ കറാമ്പോ. ഞങ്ങളെ പറയാം. പിന്നെ ഉണങ്ങിയ ലെമൺ ഇടില്ല. ഉണങ്ങിയ ഇത് കിട്ടും. അതാ ഉണങ്ങി പച്ച ഇടണം. ഉണങ്ങിയില്ല ചോറുപ്പെട്ടില്ല. ചോറുപ്പെട്ടില്ല. ചോറുപ്പെട്ടില്ല guys. മക്കളോട് ആശീർവദിക്കുന്നു. പറയാൻ ഉപ്പിടാൻ ചോദിച്ചു. ചിക്കൻ ഞങ്ങളിതാ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചോറ് കുക്കറിലിട്ടിട്ടുണ്ട്. സവാള ഏകദേശം അരിഞ്ഞ് കഴിയാറായി. ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതിങ്ങനെയുണ്ട്. ഇവിടെ ഇങ്ങനെ തകൃതിയിൽ സവാള എരിയുന്നു. നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് മൊരിയുന്നുണ്ട്. അരി ഇതാ ഇവിടെ നിന്ന് വേവിപ്പിക്കുന്നുണ്ട്. ഒന്നും ഇവിടെ പറയില്ല. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. ഇനിയൊക്കെ ചെയ്യണം. ആരോ റെഡി? അങ്ങനെ ഉള്ളി മുറിച്ച് കഴിഞ്ഞു. സാലഡൊക്കെ ആക്കിയൊക്കെ അതാകുമ്പോൾ അതിൻ്റെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. ചിക്കൻ പൊരിച്ചതിന് കച്ചമ്പറാക്കി. ഇത് ഉള്ളി കുറവാടാ. ഭയങ്കര നെയ്യുള്ള പോലെ തൈരില് അല്ലേ? അത് തോന്നിയത് നെയ്യല്ല. ഈ തന്നെ നെയ്യൊന്നുമില്ല. കുഴപ്പമില്ല. ഉള്ളി തക്കാളി. ചോട്ടിതല്ലോ. And we are going to make masala. അല്ലേ? കച്ചമ്പറിൽ എന്താ ഇട്ടെന്ന് വെച്ചാൽ ഉള്ളി, പച്ചമുളക്, ഉപ്പ്, അത്ര തന്നെ. ഫുള്ള് ഒഴിച്ച ചെറുതായിട്ട് കഴിയണേ. ചോറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. തക്കാളി ഇട്ടോ? ഇല്ല, ഇത് മറ്റേ സാധനം ജാതിക്കയുടെ ബിരിയാണി എന്നാ പൂതിയാന്ന്. നമ്മുടെ അയൺ ബോക്സ് ചീത്തായി. സോ നമ്മൾ മേലെ പോയിട്ട് അയൺ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. മുഖമൊക്കെ നെയ്യെടുത്ത്. ഗൈസ്, ഇതാണ് ഗൈസ് മേലയിലുള്ള പ്രോൺസ് ബിരിയാണി. പ്രോൺസ് ബിരിയാണി.
ആവശ്യിച്ചാണ് ഞങ്ങൾ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങളെ ബിരിയാണി റെഡിയാവും. ഞങ്ങളേക്ക് ഇവിടെ ബിരിയാണി മസാല ഉണ്ടോ? ഹായ്, ഞാൻ അയൺ ബോക്സ് എടുത്തിന് കേട്ടാ. അവരുടെ പ്രോൺസ് ബിരിയാണി ഒക്കെ ആയിട്ടാ. നല്ല രസമുണ്ട് ഓരോ ബിരിയാണി തന്നെ. തക്കാളി എടുത്തത് നാളെ മൺഡേ ആണ്. അഫ്കോഴ്സ് യു ഹാവ് ടു ഗോ ടു കോളേജ്. അപ്പോൾ അയൺ ചെയ്യണം. ഇപ്പം അയൺ ചെയ്ത് വെച്ചാൽ നാളെ ഇട്ടിട്ട് പോവാം. എല്ലാം മടിച്ചടിയിരിക്കും. അപ്പം ഞാൻ അയൺ ചെയ്തിട്ട് ചിക്കനൊക്കെ അതിലിട്ടു ദമ്മിടുന്നാണ്. 4 ആൾക്ക് തിന്നാൻ 10 ആളുടെ ഓളുടെ വീട്ടിലാകെ 4-5 പേരുള്ളല്ലോ. അതാദ്യം നല്ലോണം ഇളക്കി വെക്ക്, എന്നിട്ട് അങ്ങോട്ട്. പക്ഷേ ഇനി കരിഞ്ഞിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം. അതാണ് ആദ്യം കുത്താത്തത്. അതന്നെ മസാലേൻ്റെ കൂടെ കൂട്ടിട്ട് നമുക്ക് കരിഞ്ഞൊന്നും തിരികെ. പക്ഷെ ഉണ്ടല്ലോ അത് എനിക്കത് ചെയ്യാൻ പറ്റേ. ബടി കരിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ. കപ്പൊന്നുമില്ല. ആദ്യം ചുരണ്ടി അങ്ങോട്ടോട് അതിൽ തന്നെ ആ കട്ടൊക്കെ പൊട്ടിക്ക്. നെയ്യ് എടുത്തത് നെയ്യിടുവോ? അതാകുമ്പോഴുള്ള ടേസ്റ്റ് അല്ലേ. എൻ്റെ ആ സ്പൂണൊന്ന് മാറ്റിയ മതി മതി. അതിയുടെ നെയ്യിടണ്ട. എനിക്ക് നെയ്യ് വേണേ കുറച്ച് സൈഡ് പ്ലേറ്റിന്റെ സൈഡ് കൂട്ടിക്കൂട്ടെ. നമ്മൾ സവാള ഗിരി 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 ഗിരി. ഇത് ഇത്ര ആണോ ഫറാന? അതായത് ഇത്ര വേണ്ട, ഇച്ചിരി മതി. അത് മതി, അത് മതി. നല്ല മോഡല്. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ഇവിടെ നിറച്ച് കൊണ്ട്. ഇത് മുഴുവൻ ഇരിക്കുന്നല്ലോ തിന്നണത്. അത് കിട്ടുന്ന കണ്ടോ, ആ വില മൊത്തം എനക്ക് തന്നെ കിട്ടുള്ളൂ. ഞാൻ മൂടി എടുക്കുക. ദമ്മിടാൻ വെച്ച് ഞങ്ങൾ വേർത്ത് കഴിച്ചു. ഞാൻ പോയി കുളിക്കട്ടെ. ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുളിക്കാൻ നമുക്ക്. ഓരോരുത്തരായിട്ടുണ്ട് കുളിക്കാൻ പോയി. കുളിച്ചിട്ട് ചോറ് വേച്ച് കിടന്ന് ഉറങ്ങണം അല്ലേ ദിയ? ചോറ് വേച്ചിട്ട് കിടന്ന് ഉറങ്ങണം നല്ലോണം കുളിച്ചിട്ട്. എല്ലാവരും കുളിച്ച് കുട്ടപ്പിയായി. നമ്മള് ദമ്മൊട്ടിക്കാൻ പോകുന്നതാണ്. നല്ല മണമുണ്ട്. ഇത് രസം കാണാൻ തന്നെയല്ലേ. ഇങ്ങനെ എടുത്ത് ഞാൻ പറയല്ലേ ഇവിടെ ചപ്പോത്ത് എനിക്ക് കിട്ടാം. നമ്മൾ തിന്നട്ടെ. ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഓരോ വഴിക്ക് ഉറങ്ങാൻ പോവാൻ. ഉറങ്ങാനല്ല, കിടക്കാൻ അല്ലേ. തോട്ടിലൊന്നും ഇപ്പൊ പോകുന്നില്ല, കുറച്ചേരം കിടന്നിട്ടില്ല. അതെയാ ഞങ്ങളെന്നാൽ കുറച്ചു നേരം കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തോട്ട് പോവാം. നമ്മുടെ ബിരിയാണി ഉണ്ടാക്കൽ വീഡിയോ കഴിഞ്ഞു. പുറത്ത് പോവാന്ന് വെച്ചാല് ഇവിടെ അടുത്തുള്ള ഞാൻ ഈ ഷോർട്സിലിട്ട ഒരു സ്ഥലമാണ്. അത് ഞാൻ വിചാരിച്ചത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാന്ന്. So you're winding up. Hope you are enjoying. Bye. Bye.